അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളുമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ്. ഇതിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സൈക്കിൾ റാലിക്ക് തുടക്കം കുറിച്ചു. വടകരയിൽ നിന്ന് ആരംഭിച്ച 26-ന് താമരശ്ശേരിയിൽ റാലി സമാപിക്കും. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് നേതൃത്വത്തിലാണ് ഒരു സൈക്കിൾ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഉദ്ദേശം ഇതേ ഉള്ളൂ, കുട്ടികൾ രാസലഹരി ഉപയോഗിക്കുന്നത് പേരൻസ് അറിയുന്നേയില്ല. അപ്പോൾ പേരൻസ് അവരുടെ കുട്ടികളെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ആവശ്യത്തിന് പണം കൊടുക്കുക. അവർ ചോദിക്കുമ്പോഴൊക്കെ തന്നെ പണം ആവശ്യമില്ലാതെ കൊടുക്കാണ്ടിരിക്കുക. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ MDMA ഒരു ഗ്രാമിന് 2000 രൂപ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇത് വാങ്ങാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടുന്നു? തീർച്ചയായിട്ടും കോഴിക്കോട് മേഖലയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രവാസി ജനങ്ങളാണ് കൂടുതലുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിതാക്കളൊക്കെ പുറത്ത് ജോലിയെടുക്കുകയായിരിക്കാം. അവരുടെ വീട്ടിലുള്ള അമ്മമാരാണ് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ തന്നെ കുറ്റ്യാടി സംഭവം നോക്കുമ്പോൾ 17 വയസ്സുള്ള കുട്ടികളെയാണ് രാസലഹരി കൊടുത്തിട്ട് അബ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് ലൈംഗികമായിട്ടുമുണ്ട്, സാമ്പത്തികമായിട്ടുമുണ്ട്, സാമൂഹികമായിട്ടും ആ കുട്ടികളെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേരൻറ്റിങ് ആണ് പ്രശ്നം. മാതാപിതാക്കളെ കുട്ടികളെ ശ്രദ്ധിക്കണം. രാസലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വേണം. ഇതിൻ്റെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പുകവലിക്കെതിരായിട്ട് നമ്മൾ മാസ്സായിട്ട് അവയർനെസ് ഉണ്ടായി. കോളേജുകളിലായിക്കോട്ടെ, സ്കൂളുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് യുവജനങ്ങളായിക്കോട്ടെ, ഈ പുകയില ഉപയോഗം ഒത്തിരി അവസാനിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നിരന്തരമായ അവയർനെസ് കൊണ്ട് മാത്രമേ രാസലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ പറ്റുള്ളൂ. അതാണ് പോലീസിൻ്റെ ഉദ്ദേശം. അത് പോലീസിന് തന്നെയാണ്, സർക്കാരിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ജനങ്ങളുടെ പങ്കാളിത്തം അത്യാവശ്യം ഇതിലേക്ക് വേണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഒരു സാമൂഹിക വിപത്ത് എന്ന വിഷയത്തിൽ ഉപന്യാസ മത്സരം നടത്തും. ഇതിൽ 1, 2, 3 സ്ഥാനം ലഭിക്കുന്നവർക്ക് യഥാക്രമം 3001, 2001, 1001 രൂപ സമ്മാനമായി നൽകും. SPC യൂണിറ്റുള്ള സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തും. കൂടാതെ റൂറൽ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂളുകളിലും അസംബ്ലി സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും ചെയ്യും. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ DYSP ഹരിപ്രസാദ് സ്വാഗതം പറഞ്ഞു. കോഴിക്കോട് റൂറൽ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ചന്ദ്രൻ AP അധ്യക്ഷനായി. IPM സ്പോർട്സ് അക്കാദമി ഹെഡ് കോച്ച് VM ഷിജിത്, ക്രീഡ ഫീമെയിൽ ഫിറ്റ്നസ് സെന്റർ ഫൗണ്ടർ ആൻഡ് CEO മിനി PS നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. വടകര ഇൻസ്പെക്ടർ മുരളീധരൻ K നന്ദി പറഞ്ഞു. One vow at a time. Celebrating Viva by Shobika Weddings.